അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വീണ്ടും കുരുക്കിലായി. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് ടി വിയിൽ വരുന്ന ഫ്ലാഷ്. കേന്ദ്ര ഏജൻസികൾ ഒന്നുമല്ല, കേന്ദ്രത്തിലെ കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അത് അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കാനുള്ള കാരണവും അവർ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു കംപ്ലയിൻറ്റ് കിട്ടി. കംപ്ലയിൻറ്റ് ആരുടേതെന്ന് അതിൽ പറയുന്നില്ല. ആ കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അതായത് ROC, അവർ ഇത് അന്വേഷണം നടത്തി. എക്സാലോജിക് എന്ന കമ്പനിയിലെ കാര്യങ്ങൾ അത്ര ശരിയല്ല എന്നൊരു റിപ്പോർട്ട് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് കൊടുത്തു, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. കേരളത്തിൽ കിട്ടിയ ചില പരാതികൾ, അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്നിലധികം പരാതികൾ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ആരുടേതെന്നറിയില്ല. ROCക്ക് കിട്ടിയ ആ പരാതികൾ എറണാകുളത്തെ ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അവരന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തു. ഈ CMRL എന്ന കമ്പനിയും KSIDC എന്ന സർക്കാർ കമ്പനിയും അവർ തന്ന വിശദീകരണങ്ങൾ തൃപ്തികരമല്ല. CMRL കമ്പനി ഒഴിഞ്ഞു മാറിയുള്ള ഒരു വിശദീകരണമാണ് തന്നിരിക്കുന്നത്. KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവർക്കൊരു 14% ഷെയർ CMRL എന്ന കമ്പനിയിലുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ്, അതാണ് നമ്മളൊക്കെ പൊതുവേ പറയാറുള്ള കർത്താവിൻ്റെ കമ്പനി. ഇപ്പോൾ ഈ CMRL 14% ഷെയർ KSIDCക്കുണ്ട്. KSIDCയോടും ചോദിച്ച ചോദ്യത്തിന് KSIDC മറുപടി പോലും കൊടുത്തില്ല. അപ്പോൾ KSIDC മറുപടി കൊടുത്തില്ല, CMRL ഒഴിഞ്ഞു മാറിയുള്ള മറുപടി കൊടുത്തു. കർണാടകത്തിലെ ROC ഈ എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിയിലെ അഫയേഴ്സ് അത്ര ശരിയല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ടിനെ തുടർന്ന് കമ്പനി നിയമം 210 വകുപ്പനുസരിച്ച് കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. കമ്പനി നിയമത്തിലെ 210 വകുപ്പനുസരിച്ച് കേന്ദ്ര സർക്കാരിന് പൊതു താൽപ്പര്യത്തിനായി ഏത് കമ്പനിയെയും പരിശോധിക്കാം, അന്വേഷിക്കാം, ചോദിക്കാം, ഇതൊക്കെ ചെയ്യാം. ആ അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്, അഥവാ കമ്പനി കാര്യ മന്ത്രാലയത്തിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ കമ്പനി കാര്യ മന്ത്രാലയം ഇത് വിശദമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തെ തുടർന്ന് 3 പേരെ വെച്ച് ഒരു അന്വേഷണ ടീം അവരുണ്ടാക്കി. അതിലൊന്ന് പോണ്ടിച്ചേരിയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഒരാൾ. മറ്റേ ആൾ മദ്രാസിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. മൂന്നാമത്തെ ആൾ കർണാടകത്തിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. അപ്പോൾ കർണാടകത്തിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, ചെന്നൈയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, പോണ്ടിച്ചേരിയിലെ രജിസ്ട്രാർ, ഈ 3 പേര് ചേർന്ന ഒരു സമിതിയാണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, കേരളത്തിൽ നിന്ന് ആരുമില്ല. ഇനി ഈ 3 പേരിൽ ആരെങ്കിലും മലയാളി ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവാം. കാരണം വരുൺ, ശങ്കരനാരായണൻ, പിന്നെ ഒരാൾ അഭിലാഷ് എന്നോ മറ്റോ പേരുള്ള ഒരാൾ. അപ്പോൾ ഈ 3 പേരിൽ ആരെങ്കിലും മലയാളി ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരും മലയാളികളായി എന്ന് വരാം. പക്ഷേ ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഓഫീസേഴ്സ് ആരുമില്ല. ഈ പ്രശ്നം വരാൻ കാര്യം എന്താ? CMRL കമ്പനി ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുത്തപ്പോൾ അതിൽ ഇൻകം ടാക്സ് ഇളവ് ഉണ്ടല്ലോ, ചില ചിലവുകൾക്ക് ആളുകൾക്ക് ശമ്പളം കൊടുത്തു, അതിന് പിന്നെ ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇളവ് ചെയ്യും. ഇങ്ങനെ ഇളവുകൾ ഒരുപാടുണ്ട് ഇൻകം ടാക്സിൽ. അതിൽ CMRL ആവശ്യപ്പെട്ട ഇളവായിരുന്നു എക്സാലോജിക് കമ്പനിക്ക് കൊടുത്ത 1,72,00,000 രൂപ. പിന്നെ പല മാധ്യമങ്ങൾക്കായി കൊടുത്ത 19 കോടിയിൽ ചില്വാനം രൂപ. പിന്നെ മൂന്നാമതായിട്ടാണ് PV, RC, KK, IK തുടങ്ങിയ ആളുകൾക്ക് കൊടുത്ത 10 ലക്ഷം, 15 ലക്ഷം, 5 ലക്ഷം ഒക്കെയുള്ള തുകകൾ. ഇതിനൊന്നും ഞങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് CMRL. അല്ല, അതിനും ടാക്സ് വേണം എന്ന് ഇൻകം ടാക്സുകാർ. ഈ തർക്കമാണ് ഇൻകം ടാക്സ് അപ്പലേറ്റ് സെറ്റിൽമെൻറ്റ് ട്രിബ്യൂണലിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിശദമായ വാദം കേട്ടു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഈ എക്സാലോജിക്കിന് 1,72,00,000 രൂപ കൊടുക്കാൻ കാരണം എന്താ?
എന്ത് സർവീസാണ് അവർ നിങ്ങൾക്ക് തന്നത്? ഇതിന് ടാക്സ് ഇളവ് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവർ പറഞ്ഞു അത് ഞങ്ങളുടെ ചിലവാണ്. നിങ്ങളുടെ ചിലവാണെങ്കിൽ എക്സാലോജിക്ക് നിങ്ങൾക്ക് തന്ന സർവീസ് എന്താ? പ്രത്യേകിച്ച് സർവീസൊന്നും തന്നില്ല. പിന്നെ എന്തിന് പണം കൊടുത്തു? അത് കേരളത്തിലെ ഒരു പ്രമുഖ പൊളിറ്റീഷ്യൻ്റെ മകളായതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറഞ്ഞു. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് പ്രത്യേകിച്ചൊരു ജോലിയും ചെയ്യാതെ തന്നെ ഇവർ പൈസ കൊടുത്തു. അതിൽ നിയമവിരുദ്ധതയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഒരാളെ ജോലിക്ക് വയ്ക്കുന്നു, അയാൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു. നിങ്ങളുടെ കാശ്, നിങ്ങളുടെ ആൾ നിങ്ങൾ ശമ്പളമായിട്ട് കൊടുത്തു, ഒരു ജോലിയും ചെയ്യാതെ തന്നെ. ഇതിൽ നിയമവിരുദ്ധതയൊന്നുമില്ല. പക്ഷേ ഇതിന് ടാക്സ് ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇൻകം ടാക്സുകാർ പറഞ്ഞത്. ഇതുപോലെ മാധ്യമങ്ങളുടെ കാര്യം വന്നു. നിന്ന് പഴിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്താലേ പറ്റുള്ളൂ എന്ന് സത്യസന്ധമായിട്ട് CMRL പറഞ്ഞു. ബാക്കി PV, KK, RC എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കൊടുത്തത് അതും രാഷ്ട്രീയ സംഭാവനയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ കേരളത്തിലെ ഒരു വ്യവസായി ചെയ്യുന്ന കാര്യം സത്യസന്ധമായിട്ട് CMRL കർത്ത ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ബോധിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്താലേ കേരളത്തിൽ വ്യവസായം നടത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം, ശരി, പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് അവർക്ക് കാശ് കൊടുത്തു. അവർ ബാംഗ്ലൂരിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ആ കമ്പനി പൂട്ടിയെന്നും കേൾക്കുന്നു. അവരിങ്ങനെ പലവിധ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞ് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ കാശ് വാങ്ങിയിരുന്നു. ഇതൊക്കെ ഉള്ളതാണ് അന്വേഷണം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നവർക്ക് ബോധ്യം വന്നു. ആർക്ക്? എറണാകുളത്തെ ROCക്കും ബോധ്യം വന്നു, കർണാടകത്തിലെ ROCക്കും ബോധ്യം വന്നു. അതേ തുടർന്നാണ് വിശദമായ അന്വേഷണം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നടത്താൻ പോകുന്നത്. ഇതാണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം. ഇതിൽ ഒരു പ്രശ്നമുള്ളത്, മുഖ്യമന്ത്രി ഇത് ചെയ്യിക്കരുതായിരുന്നു. നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നിയമവിരുദ്ധമൊന്നുമല്ല. ഒരു കോൺട്രാക്റ്റ് എടുക്കുക, അതിന് കാശ് മേടിക്കുക, ജോലി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ രണ്ട് പ്രൈവറ്റ് കമ്പനികൾ തമ്മിൽ ചെയ്യുന്നതല്ലേ. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്വന്തം മകളെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ അനുവദിക്കരുതായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മോശം മുഖ്യമന്ത്രിക്കുള്ളത് തന്നെയാണ്. ഇംപ്രൊപ്രൈറ്റി എന്നുണ്ടല്ലോ, അനൗചിത്യം. ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കാണിക്കേണ്ട ചില മര്യാദകൾ, അത് ഒരു പൊതുമര്യാദയുടെ ലംഘനമാണ് മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടി ചെയ്തത്. പക്ഷേ നിയമത്തിൽ അദ്ദേഹം രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മകൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും അവിഹിതമായ ഇളവോ അനുവാദമോ സഹായമോ CMRL മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ? ചെയ്തതായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനാൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാം. ഇതിലാണ് അനാവശ്യമായിട്ട് CPM പോയി തലവെച്ചത്. ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഉടനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രസ്താവന വന്നു. ഇതിൽ നിയമവിരുദ്ധതയൊന്നുമില്ലെന്നും അവർ സത്യസന്ധതയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് പാർട്ടിക്ക് എന്താ ഇതിൽ കാര്യം? വീണ ഒന്നും മിണ്ടിയിട്ടില്ല, പിണറായി വിജയൻ ഒന്നും മിണ്ടിയിട്ടില്ല, CMRLൻ്റെ MD ശശിധരൻ കർത്ത പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ പാർട്ടി കയറി പറയുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ഇവർ നിഷ്കളങ്കയാണ്. പാർട്ടിക്ക് വല്ല കാര്യമുണ്ടോ? ഈ അന്വേഷണത്തിൽ നിഷ്കളങ്കയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പാർട്ടി എന്ത് ചെയ്യും? വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയിലെ അംഗമോ സെക്രട്ടേറിയറ്റ് അംഗമോ ഒന്നുമല്ലല്ലോ. പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ലേ, ഒരു വ്യക്തിയല്ലേ. പിന്നെ എന്തിനാണ് പാർട്ടി എടുത്ത് തലയിൽ വെച്ചത്? അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി ഇതിൽ പ്രതികരിക്കേണ്ടി വരും. ഇതാണ് മാത്യു കുഴൽനാടൻ്റെ പോയിൻ്റ്. അന്ന് നിങ്ങൾ വീണ വിജയന് സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ, ഇന്നെന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങൾ മിണ്ടിയേ മതിയാകൂ. അത് ന്യായമല്ലേ? കുഴൽനാടൻ പറയുന്നത് ന്യായമല്ലേ? അന്ന് പറഞ്ഞെങ്കിൽ ഇന്നും പറയണം. ഒരുപക്ഷെ പറയുമായിരിക്കും താമസിയാതെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ CPM മിണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CPMന് മിണ്ടാൻ ബാധ്യതയുണ്ട്. പക്ഷേ മിണ്ടിക്കഴിഞ്ഞാൽ CPM കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. ഈ PV RC ആരാണെന്നൊക്കെ പലരും പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഭംഗ്യന്തരേണ പറഞ്ഞു, ഞാൻ കൈകൊണ്ടൊന്നും തൊട്ടിട്ടില്ല കേട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് ആവർത്തിച്ചു. ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അതിനർത്ഥം സംഭാവന മേടിച്ചു എന്നാണ്. ശരി, മേടിച്ചെങ്കിൽ മേടിച്ചു, സംഭാവന മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ പക്ഷേ പിണറായി വിജയൻ ചെയ്തത് എന്താ? ആ PV ഞാനല്ല. അതും ശരിയാണ്.
PV ഇനിഷ്യലുള്ള വേറെ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു PV അബ്ദുൾ വഹാബ്, PV ശ്രീനിജൻ, ഇങ്ങനെ പല രാഷ്ട്രീയക്കാർ PV ഇനിഷ്യലുള്ളതുകൊണ്ട് ഇത് വെച്ചിട്ടായിരിക്കും പിണറായി വിജയൻ ഒരടിയടിച്ചത്. അത് ഞാനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നാളെ ഇദ്ദേഹം തന്നെ ആണെന്ന് തെളിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യും? ഇതാണ് ഈ ഭയന്ന് പ്രതികരിച്ചാലുള്ള കുഴപ്പം. ഈ പിണറായി വിജയന് ഉള്ളിൽ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് നിലവിട്ട് പോകുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു. മൈക്കൊന്ന് ഇടറിക്കഴിഞ്ഞാൽ, മൈക്ക് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരുന്നു. ഇത് ഒരു നല്ല പേഴ്സണാലിറ്റിയുടെ ലക്ഷണമല്ല. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഇങ്ങനെ ദേഷ്യം വരില്ല. ഇതാണ് പിണറായി വിജയൻ എന്തോ ഒളിച്ചു വയ്ക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ കാരണം. ഏതായാലും ഈ അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്നാൽ ആരെയെങ്കിലും ശിക്ഷിക്കാനുള്ള അധികാരമൊന്നും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് ഇല്ല. അതിനാൽ ആർക്കും ശിക്ഷയൊന്നും കിട്ടുകയില്ല. പക്ഷേ പിഴയിടാനോ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ ഒക്കെയുള്ള അധികാരം അവർക്കുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കേസെടുക്കാം, വിജിലൻസിന് കേസെടുക്കാം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വെച്ച് കേസെടുക്കാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതിന് മാത്രമുള്ള ഏജൻസിയുണ്ട്, അവർക്ക് അന്വേഷിക്കാം, EDക്ക് അന്വേഷിക്കാം. കാരണം ഇങ്ങനെ കിട്ടിയ പണം എക്സാലോജിക്ക് എന്ത് ചെയ്തു? ഇതൊരു പ്രശ്നമാണല്ലോ. എക്സാലോജിക്ക് പല കമ്പനികളിൽ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞ് ഇതുപോലത്തെ കോൺട്രാക്റ്റ് വഴി കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല കാര്യമല്ലല്ലോ, അതൊരു നല്ല കാശുമല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ശിക്ഷയുടെ തലത്തിലേക്ക് ഇത് പോകുന്നത്. ഒരല്പം സമയമെടുത്തിട്ടാണെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറപ്ഷനാണ് പിണറായി വിജയൻ നടത്തുന്നത്. അത് പിടിക്കാനും അത്രയധികം പ്രയാസം ഉണ്ടാകും. എന്നാൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് CMRL എന്ന കമ്പനി സത്യസന്ധമായിട്ട് പെരുമാറുന്നു. അന്വേഷണത്തിൽ അടുത്തത് പിടിക്കപ്പെടാൻ പോകുന്നത് KSIDC ആണ്. കാരണം KSIDC അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങൾ പുറത്തു വരും, ഒരുപാട് കുഴപ്പങ്ങൾ. കാരണം കേരള സർക്കാർ എപ്പോഴും അവരുടെ ഒരു ഫ്രണ്ട് ഏജൻസി ആയിട്ട് നിർത്താറുള്ളത് KSIDC ആണ്. KSIDCയെ കൊണ്ട് പല സ്ഥാപനങ്ങൾ ചില്ലറ ഷെയർ എടുക്കുക, എന്നിട്ട് അത് പൊതുമേഖലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക, എന്നിട്ട് KSIDC വഴി കോൺട്രാക്റ്റ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തിരിമറികൾ. ഇത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ, കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ഇവർ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് പിണറായി വിജയൻ വളരെയധികം സൂക്ഷിക്കേണ്ട നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ജയിൽവാസത്തിനുള്ള യോഗമുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.